ഹായ് എവരി വൺ, അബിൻ ആർക്കൈവ്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാനഡയുള്ള ഒരാൾക്ക് എങ്ങനെ യൂറോപ്പിലോട്ട് ഒരു ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് തരാനാണ്. യൂറോപ്പിലോട്ട് എന്ന് പറയുമ്പോൾ ഈ കേസിൽ സ്പെസിഫിക് ആയിട്ട് ഇറ്റലീൻ്റെ കേസായിരിക്കും ഞാൻ പറയുന്നത്. ഇറ്റാലിയൻ കൺസുലേറ്റിൽ ഒരു 3 മാസം തൊട്ട് 4 മാസം വരെ ട്രൈ ചെയ്തിട്ട് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, ഭയങ്കര പരാതികൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ലെറ്റ് മി ടെൽ യു, എനിക്ക് വെറും 3 ദിവസം കൊണ്ടാണ് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റിയത്. ഞാൻ അതിന് യൂസ് ചെയ്ത പ്രൊസീജിയേഴ്സ്, കുറച്ച് ട്രിക്സ് എന്തൊക്കെയാണെന്നും പിന്നെ ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും അതിൻ്റെ ഫുൾ പ്രൊസീജിയറുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു 3 പാർട്ട് വീഡിയോ ആയിട്ട് ഇറക്കാനാണ് എൻ്റെ പ്ലാൻ. കാരണം അത് ഭയങ്കര ലോങ് ആണ്. എന്നുവെച്ചാൽ അപ്പോയിൻമെന്റ് എടുക്കുന്നത് ഒരു സെക്ഷൻ, പിന്നെ ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോംസ്, അതിൻ്റെ അകത്ത് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, പിന്നെ ഫൈനലി ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞത് ഇത് പലതും കോമൺ ആണ്. വേറെ ഷെങ്കൻ കൺട്രീസ് ആണെങ്കിൽ പോലും ജനറിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ ഡോക്യുമെന്റ് എങ്ങനെ പക്കയായി ഫില്ല് ചെയ്യാം എന്നതിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ്സ് ഡൈവ് സ്ട്രെയിറ്റ് ഇൻ ടു ദ ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഷെങ്കൻ വിസയ്ക്ക് ഇപ്പോൾ ഒരു അപ്പോയിൻമെന്റ് കിട്ടാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒന്നും ചെയ്യേണ്ട, ആദ്യമേ തന്നെ prenotomy.esteri.it എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലോട്ട് നേരെ ചെല്ലുക. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ prenotomy.esteri.it എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ലാംഗ്വേജ് മാറി കിടക്കുകയായിരിക്കും. അന്നേരം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യുന്നതിൽ നല്ലത് അതിൻ്റെ അകത്ത് തന്നെ അവരുടെ തന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ ഏതാ ലാംഗ്വേജ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇറ്റാലിയൻ വേണമെങ്കിൽ ഇറ്റാലിയൻ, ഫ്രഞ്ച് വേണമെങ്കിൽ ഫ്രഞ്ച് ഉണ്ട്, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്. നമ്മൾ ഏതായാലും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പേഴ്സണൽ ഡാറ്റ എന്നൊരു സെക്ഷനാണ്. ഈ പേഴ്സണൽ ഡാറ്റയിൽ നമ്മുടെ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് എന്താണോ അതേപോലെ തന്നെ എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് നെയിം, നെയിം, സർനെയിം, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം പക്കയായി ഒരു ചേഞ്ച് പോലും ഇല്ലാതെ അതേപടി അങ്ങ് എഴുതാം. ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പം മിസ്റ്റേക്ക് എന്തെങ്കിലും വരില്ല എന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. എന്നാന്ന് വെച്ചാൽ ഇത് റിജക്ഷൻ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇൻഫോർമേഷൻ എപ്പോഴും കൊടുക്കുമ്പോൾ പക്കയായിട്ട് കൊടുക്കണം. അത് ഏത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണെങ്കിൽ പോലും. ഇനി അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഒരു ഇമെയിൽ കൊടുക്കുക. പിന്നെ പാസ്വേഡ്, നിങ്ങൾക്ക് ഒരു നോർമലായിട്ട് യൂസ് ചെയ്യുന്നൊരു പാസ്വേഡ്, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു പാസ്വേഡ് കൊടുക്കുക. പിന്നെ അഡ്രസ്സ്, ഈ കാനഡയുള്ള നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ കറൻ്റ്ലി സ്റ്റേ ചെയ്യുന്ന അഡ്രസ്സ് തന്നെ കൊടുക്കുക. ഇങ്ങോട്ടാണ് നമുക്ക് പാസ്പോർട്ട് തിരിച്ചു വരുന്നത്. അന്നേരം കാനഡയുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. പിൻകോഡ് എല്ലാം കറക്റ്റായിട്ട് ഇൻഫർമേഷൻ മാച്ചിങ് ആയിരിക്കണം. എന്തുകൊണ്ടാ? കാരണം ID കാർഡ് എല്ലാം അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എന്നോട് ചോദിച്ചായിരുന്നു. അന്നേരം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് സെപ്പറേറ്റ് എടുത്ത് കൊടുത്തായിരുന്നു. കോപ്പി കൊടുക്കുന്ന കൂടാതെ ഒറിജിനൽ അവർ ചോദിച്ചു. അന്നേരം അത് കൊടുത്തു. ഇനി മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസുലേറ്റ്. അത് ഇപ്പം ഇറ്റാലിയൻ കോൺസുലേറ്റ് ഏതാണോ നമ്മൾ റീജിയനിലാണോ ഉള്ളത്. ഇപ്പം കാനഡയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ വാൻകൂവർ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഓട്ട്വ അല്ലെങ്കിൽ ഇപ്പം ടൊറോണോ, ഈ റീജിയനിൽ ഏതിലാണേലും അതിനനുസരിച്ച് ഏതാണോ നമ്മുടേത് ഇത് കൊടുക്കണം. കോൺസുലേറ്റ് ഏതാണോ അത് കറക്റ്റ് കൊടുക്കണം. ഈ റീജിയണിൽ വരുന്നതല്ലെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ സ്വീകരിക്കാണ്ടിരിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അന്നേരം ആ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇപ്പം ഞാനുള്ളത് ഇപ്പം പറയുവാണെങ്കിൽ ടൊറൻഡോ ആണെങ്കിൽ ടൊറൻഡോ ഒരു കൺസുലേറ്റ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ഓട്ട്വ ഒരെണ്ണമുണ്ട്, മോൺട്രിയൽ ഒരെണ്ണമുണ്ട്. അന്നേരം നമ്മുടെ റീജിയൺ ഏതാണോ അത് കറക്റ്റ് സെലക്ട് ചെയ്ത് അത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം അത് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ പേജിലോട്ട് നമുക്കൊരു മെയിൽ ID വരും. അന്നേരം അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. ഏത് മെയിൽ ID ഇതാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെല്ലുന്നത് ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും. അതിൻ്റെ അകത്ത് 4-5 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ചാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ടോപ്പിക്ക്, എങ്ങനെ ഒരു ഷെങ്കൻ വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇറ്റാലിയൻ കോൺസുലേറ്റിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നമ്മൾ വളരെ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ സംഭവം സിമ്പിളാണ്, പലർക്കും അറിയത്തില്ല. അതാണ് പ്രശ്നം.
ഞാൻ പലരെയും പരിചയപ്പെട്ടു. പലരും പറഞ്ഞു 3 മാസം മണ്ടയിലായി അപ്പോയിൻമെന്റ് ട്രൈ ചെയ്യുന്നത്. ഇതുവരെ കിട്ടിയില്ല. ഇതിനെല്ലാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റാലിയൻ ടൈം അവരുടെ ടൈം രാത്രി 12 മണി എപ്പോഴാണോ അന്നേരം അതിന് ഒരു 2 മിനിറ്റ് മുന്നേ നിങ്ങൾ ലോഗിൻ ചെയ്യുക ഈ അക്കൗണ്ടിൽ. എന്നിട്ട് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. എനിക്ക് 3 ദിവസം കൊണ്ട് കിട്ടി. അതിപ്പം പറയാനാണെങ്കിൽ ഞാൻ സമ്മർ ടൈമിലാണ് ഞാൻ ബുക്ക് ചെയ്തത് എൻ്റെ അപ്പോയിൻമെന്റ്. ആ സമയത്ത് ഒരു വൈകുന്നേരം 6 മണിയാണ് എക്സാക്ട്ലി ഇറ്റലിയിൽ 12 മണിയാകുന്ന സമയം. ടൊറന്റോയിലെ ടൈമാണ് പറയുന്നത്. ടൊറന്റോയിൽ ഒരു 12 മണി അല്ല വൈകുന്നേരം 6 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിൽ ഏകദേശം 12 മണിയാണ്. ഏകദേശം അല്ല എക്സാക്ട്ലി 12 മണിയാണ്. അന്നേരം ഒരു 5:58 ഈവനിങ് 5:58 ആകുമ്പോൾ ഞാൻ ഈ അക്കൗണ്ടിൽ കയറിയിരിക്കും. എന്നിട്ട് ലോഗിൻ ചെയ്ത് ഈ ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷന് വരുമ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന ഷെങ്കൻ വിസാസ് എന്ന് ഇതിൻ്റെ അകത്ത് വിസാസ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു സെക്ഷനാണുള്ളത്. ഷോർട്ട് സ്റ്റേസ് അപ് ടു 90 days എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ സെക്ഷൻ. അതിൽ ബുക്കിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം എക്സാക്ട്ലി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങും. ഇതിപ്പോൾ നോക്കിയാൽ കാണാം ഇതിൻ്റെ അകത്ത് അപ്പോയിൻമെന്റ്സ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഒരു 5:58 ആ ടൈമിൽ വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇരുന്ന് കറങ്ങുവാണെങ്കിൽ അത് ലോഡാകാൻ ടൈം കൊടുക്കുക. വേറെ ഒന്നും ക്ലിക്ക് ചെയ്യില്ല. രണ്ടാമത് റീലോഡ് ചെയ്യാനോ ക്ലിക്ക് ചെയ്യാനോ ഒന്നും പോകില്ല. ഈ ടൈമിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ പലരും ട്രൈ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ട്രൈ ചെയ്തു. അവർക്കും എക്സാക്ട്ലി ഈ ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ ഇത് ബുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ മെയിൻ പ്രോഗ്രാം കഴിഞ്ഞു. ഈ ബുക്കിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രൊസീജിയർ. അന്നേരം ഇത് ബുക്ക് ചെയ്യുക. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ അപ്പോയിൻമെന്റ് എന്നാണോ ഉള്ളത് അതിന് ഒരാഴ്ച മുന്നേ നമുക്ക് ഇതിൻ്റെ മെയിൽ വരും. ഇപ്പോൾ സെപ്റ്റംബർ 4 നിങ്ങളുടെ അപ്പോയിൻമെന്റ് എന്നിരിക്കട്ടെ. അന്നേരം അതിന് എക്സാക്ട്ലി ഒരു 7 days മുന്നേ അവർ മെയിൽ അയക്കും. ഇന്ന ഡോക്യുമെന്റ്സ് കൊണ്ടുവരണം, ഇന്നതാണ് വേണ്ടത്, ഈ ഫോട്ടോ വേണം, പിന്നെ നിങ്ങൾ ID എടുക്കണം, ഇങ്ങനെ ഒരു റിമൈൻഡർ പോലെ എല്ലാം തരും. അതുകൂടാതെ നിങ്ങൾ ഈ prenatomy.esteri.it എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യണം. ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ട് കൺഫേം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ മൈ അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൺഫേമും കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം. വൈകുന്നേരം അല്ലെങ്കിൽ ഇറ്റലിയിൽ എപ്പോഴാണോ 12 മണിയാകുന്നത് അതിനൊരു 2 മിനിറ്റ് മുന്നേ ലോഗിൻ ചെയ്യുക. ജസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക, അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പം തരാം. ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയ അപ്പോയിൻമെന്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഞാൻ ഏറെക്കുറെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. എനിക്ക് അറിയാവുന്ന രീതിയിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ദിസ് ഈസ് നോട്ട് എ ലീഗൽ അഡ്വൈസ് ഓർ എനിത്തിങ്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ് ഇതിൽ ഷെയർ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതിൻ്റേതായ കുറവുകളും തെറ്റുകളും ഒക്കെ കാണും. സോ പ്ലീസ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ട്രൈ ടു കറക്റ്റ് all the errors that's occurring anywhere, and I'll try to bring more contents to you. So stay tuned for next video. Bye.